Watch full episodes on Jio Hotstar. ഗുംനം സിംഗിന്റെ വീടിന്റെ അകത്ത് കയറാൻ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. ഇതുപോലെയാ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാളോട് ആൾക്കാർക്കൊക്കെ സംശയം തോന്നിയത്. അതായത് ആ കള്ളൻ അയാളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടത്. അയാളെ മോഷ്ടിച്ച സാധനങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആൾക്കാരൊക്കെ വിഷമിച്ചു. അങ്ങനെ ഞാൻ എന്റെ ബുദ്ധിയുള്ള തല കൊണ്ട് ഒരു ഐഡിയ ഒപ്പിച്ചു. അങ്ങനെ ഗ്രാമത്തിലുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കള്ള പോലീസിന്റെ വേഷം കെട്ടിട്ട് അയാളോട് ചെന്ന് കാര്യം ചോദിക്കാൻ. എന്താ സംഭവിച്ചെന്നറിയോ? അയാള് പോലീസിന്റെ വേഷം ഇട്ട് ആ കള്ളന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അങ്ങനെ ഗ്രാമത്തിലുള്ളവരും കയറി ചെന്ന് ആ വീട് മുഴുവൻ അന്വേഷിച്ചു. ശരിക്കും അടിപൊളി ഐഡിയ തന്നെയാ. അതെ, ഞാനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻസ്പെക്ടറിന്റെ വേഷം കെട്ടി ആ ഗുംനാൻ സിംഗിന്റെ ബംഗ്ലാവിലേക്ക് ഞാൻ പോകും. അവിടെ ചെന്ന് ഞാൻ നന്നായിട്ട് അഭിനയിക്കും. എന്റെ അഭിനയം കണ്ടിട്ട് അയാൾക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയില്ല ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന്. പക്ഷേ ലഡു സിംഗ് സർ, നിങ്ങൾ ശരിക്കും ഒരു റിയൽ പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കള്ളത്തരത്തിൽ വേഷം ഇടണം? പറയൂ സർ. അതായത് ആ ഡോഗിനെ ഇത്രയ്ക്കും കടിച്ചത് കൊണ്ട് എന്റെ ബുദ്ധി ആകെ മരവിച്ച് പോയിരിക്കാണ്. ഒന്നുമില്ല, ഞാനങ്ങ് മറന്നു പോയി ഞാനൊരു ഒറിജിനൽ ഇൻസ്പെക്ടർ ആണെന്നേ. ഞാൻ നാളെ വാറന്റ് എടുത്തോണ്ട് ഗുംനാൻ സിംഗിന്റെ ബംഗ്ലാവിലേക്ക് ഞാൻ പോയിക്കോളാം. യെസ്. ആരാ നിങ്ങള്? ഇവിടെ എന്താ പണി? ഈ യൂണിഫോം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലെന്നുണ്ടോ? ഞാനാണ് ഇൻസ്പെക്ടർ ലഡു സിംഗ്. നിന്റെ മുതലാളി ഒന്ന് വിളിച്ചേ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാറന്റ് ഉണ്ട്. വാറന്റ്. ഈ ഗുംനാം സിംഗിന്റെ പേരിൽ വാറണ്ടോ? എന്ന് വെച്ചാൽ ഈ ഗുംനാം സിംഗും പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി, നിങ്ങളിവിടെ എന്തന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഇൻസ്പെക്ടർ? നിനക്കെതിരെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇത് കണ്ടല്ലോ, സെർച്ച് വാറന്റ്. ചെന്ന് സെർച്ച് റിസർച്ച് എന്ത് വേണമെങ്കിലും ചെയ്യ്. നിനക്കൊരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്, ഈ കുട്ടികളൊക്കെ ആരാണെന്ന് പറയൂ. ഇവര് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ഈ കുട്ടികൾ വരും കാലത്ത് നല്ല പോലീസുകാരായി മാറാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ കേസ് കഴിയുന്നത് വരെ ഇവര് എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ലഡ്ഡു സിംഗ് സാർ? നിങ്ങൾ പറയുന്ന കാര്യം മാറ്റാൻ മാത്രം എനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നോ പ്രോബ്ലം. ഈ വാർഡ്രോബിനകത്ത് എന്താ ഇങ്ങനത്തെ ഒരു ശബ്ദം വരുന്നത്? ഈ വാർഡ്രോബിനകത്തും അതേ ശബ്ദമാണല്ലോ വരുന്നത്. ഈ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. ഇത് അതേ ശബ്ദമാണല്ലോ. ഞാനിപ്പോ ഒരു പരുവത്തിലാവുന്ന തോന്നുന്നത്. അതെ, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു നല്ല ഡോഗീസ് ആണല്ലോ. ഇന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ബിസ്ക്കറ്റ് ഇല്ല. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഡോഗീസ് എല്ലാം കടിക്കാൻ പോകുന്നു. രക്ഷിക്കണേ. ഓടിക്കോ, ഡോഗി വരുന്നുണ്ട്. വേഗം ഓടിക്കോ. ഈ ഡോഗി എന്റെ പുറകത്തിനാണല്ലോ വരുന്ന. എന്നാ പിടിച്ചോ. അല്ല പിന്നെ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. വിടാനല്ല പറഞ്ഞ.
അതെ, ഇവറ്റകൾക്ക് എന്റെ വണ്ടിയെ ഓടിക്കാൻ പറ്റിയല്ലോ. ഓടിക്കോ. അതെ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. രവ, അത് യുടി, നിങ്ങൾ എല്ലാവരും ആ ഭാഗത്തേക്ക് പോകും. ഞാൻ ഇവറ്റങ്ങളെ നോക്കിക്കോളാം. സോറി ഫ്രണ്ട്, എനിക്കിത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡോണ്ട് വറി, നിങ്ങളുടെ ആൾക്കാർ വന്ന് നിങ്ങൾ രണ്ടുപേരെയും രക്ഷപ്പെടുത്തും. ഓക്കെ? ലഡു സിംഗ് സാറിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ ശിവ. ലഡു സിംഗ് സാറിന് എന്ത് പറ്റി? ഇദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലഡു സിംഗ് സാർ, ഒന്ന് നിൽക്കൂ. ലഡു സിംഗ് സാറേ, ബോധത്തിൽ വാ. നിങ്ങൾ മനുഷ്യനാണ്, മനുഷ്യൻ, അല്ലാതെ ഒരു ഡോഗി അല്ല. ആ ഡോഗീസ് എല്ലാരും ചേർന്ന് വീണ്ടും എന്നെ എല്ലാ സ്ഥലത്തും കടിച്ച് മറന്നുപോയി. അവറ്റകള് മറന്നുപോയി. ഇന്നലെ എന്റെ കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് വാങ്ങി തിന്നതെന്ന്. ഞാൻ അവറ്റകളെ ഏതായാലും വെറുതെ വിടില്ല. അതെ 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 ലഡു സിംഗ് സാറേ, ഒരിക്കലും വിടരുത്. നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ശരിക്കൊന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കു സാർ. ആദി, അല്ലെങ്കിൽ 2 തവണ ഞാൻ കടി കൊണ്ടതാണ്. നീയാണെങ്കി എന്നെ 3ാമത്തെ തവണ അവറ്റുകളുടെ മുമ്പിൽ പറഞ്ഞാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവറ്റുകൾക്ക് എന്നെ അറിയില്ല, പക്ഷെ നിനക്കെന്നെ അറിയാമല്ലോ. എന്റെ വേദന ഒന്ന് മനസ്സിലാക്ക്. ലഡു സിംഗ് സർ, ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വേദനയും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ടൈനി മാൻസിന്റെ കിങ്ങിനോട് പോയി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശിവ, എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞോ അതുപോലെ തന്നെ ഗുംനാങ് സിംഗിന്റെ വീട് മുഴുവനും ഞങ്ങൾ അടിച്ചു പരുക്കി. പക്ഷെ ഞങ്ങൾക്ക് ആരും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതെങ്ങനെ സാധിക്കും ശിവ? ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ചാണ് കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. ഒരു പക്ഷെ അവര് നിങ്ങളുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ നേരിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി വേറെന്തെങ്കിലും വഴി ആലോചിക്കണം. ശിവ, ഐ ഹാവ് an idea. നമ്മളും എങ്ങനെയെങ്കിലും ചെറുതായിട്ട് മാറി അവിടേക്ക് പോയാലോ? അപ്പൊ ഗുംനം സിംഗ് നമ്മളെയും അറസ്റ്റ് ചെയ്ത് അവരുള്ള സ്ഥലത്തേക്ക് തന്നെ അയക്കൂലേ? നിന്റെ ഐഡിയ നല്ല ഐഡിയ ആണ്. കിങ്, നിങ്ങൾക്ക് ഞങ്ങളെ വീണ്ടും ചെറുതായിട്ട് മാറ്റാൻ കഴിയുമോ? അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുതാക്കിയ പോലെ? അതെ ശിവ, തീർച്ചയായും. നിങ്ങൾ ഈ വിത്തുകൾ വാങ്ങിച്ചോളൂ. ഇത് നിങ്ങളുടെ വായിൽ വെച്ചോളൂ. ഇത് എത്ര സമയം നിങ്ങളുടെ വായിനകത്ത് ഇരിക്കുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ചെറുതാക്കി വെക്കാൻ കഴിയും. ഇനി വലുതാകണമെങ്കിൽ ഇത് വായിൽ നിന്ന് തുപ്പിയാൽ മതി. ശിവ, ഇനി നിങ്ങളെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഉയരവും വണ്ണവും നിറവും എല്ലാം ഞങ്ങളെ പോലെ ആയിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പറക്കാനും കഴിയും. ലഡു സിംഗ് സർ, നിങ്ങൾ നോർമൽ സൈസിൽ പുറത്തിരുന്ന് നോക്കണം. എന്തെങ്കിലും എക്സ്ട്രീം പ്രശ്നം വന്നാൽ നിങ്ങൾ പോലീസ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യണം. ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും ആവശ്യം വരില്ലെന്ന് തോന്നുന്നത്. ഇപ്പൊ നീ തന്നെ ഇല്ലാന്ന് പറയുമ്പോ ഞാനും എന്തായാലും അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആവശ്യം എന്തിനാ വേണ്ടി വരിക? Watch India's largest kids library only on Jio Hotstar. Download the app now.